എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനുജ മിത്രനെ മീനാക്ഷിനോട് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം മിത്രയ്ക്ക് മീനാക്ഷി ഈ പറയുന്ന സ്വർണ്ണമൊന്നുമില്ല. അവരുടെ വീട്ടിൽ ആസ്തി ഉണ്ടെങ്കിലും പക്ഷെ അവര് ഒളിച്ചോടി വന്നുകൊണ്ട് അവർക്ക് ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ഇവര് രണ്ടുപേരും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനാണെങ്കിലും ആകാശനാണെങ്കിലും ഭയങ്കര വിഷമം വന്നു. അനുജ പറഞ്ഞു, എന്നാലും കൊള്ളാട്ടോ, ഇങ്ങനെ ഒരു നല്ലൊരു ചടങ്ങിന് പോകുമ്പോഴാണോ ഇങ്ങനെ ഒന്നുമില്ലാതെ വന്ന് നിൽക്കുന്നേ. ധർമ്മക്കാരെ പോലെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താമ്മേ, അമ്മയുടെ മരുമക്കളല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി മീനാക്ഷിയുടെ മിത്രയുടെ മുഖത്തേക്ക് നോക്കണം. വല്ലാത്തൊരവസ്ഥയായിപ്പോയി മീനാക്ഷിക്കും മിത്രയ്ക്കും. മീനാക്ഷിക്കാണ് ആകപ്പാടെ അടിമുടി പെരുത്ത് കയറി. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ, ഈ സ്വർണത്തിലൊന്നും വലിയ കാര്യമില്ല അനുചേച്ചി. അനുചേച്ചി അവർക്ക് സ്വർണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കുള്ളത് തന്നെ ഞങ്ങൾ ഇടുന്നതെന്ന് പറയണം. ഇത് കേട്ടതും പറഞ്ഞു, മിത്രയുടെ കഴുത്ത് കിടക്കുന്ന ഫാൻസി മാലയാണോ, അതാണോ നിനക്കൊക്കെ ഉള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അതെ, ചേച്ചി ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റണ്ട. ചേച്ചിക്ക് ആവശ്യത്തിനുള്ള ഉണ്ടല്ലോ, അത് മതി എന്ന് പറയണം. ഈ സമയം ധർമ്മം പറഞ്ഞു, എന്തിനാ അനുജ നീ ഇങ്ങനെ വീമ്പുറത്താനും പറയണേ? ഇതൊക്കെ നീ ഇട്ടോണ്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ആര് തന്നാ? ഇവിടുന്ന് അളിയൻ തന്നതല്ലേ, എന്നിട്ടാണോ നീ വലിയ ആള് കളിച്ചോണ്ട് നടക്കണേ എന്നൊക്കെ ചെയ്യും ധർമ്മന്റെ വായി വന്നതും പറയുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം ഈ സ്വർണത്തിന്റെ പേരിൽ ഇങ്ങനെ അപമാനിച്ച് നിർത്താന്ന് പറഞ്ഞാൽ അതിലിപ്പോ ഒരു സങ്കടം വേറെ ഇല്ലല്ലോ. മിത്ര ദയനീയമായിട്ട് മീനാക്ഷിനെ നോക്കണം. മീനാക്ഷിക്കാണ് കട്ടക്കലിപ്പായിരുന്നു. ഇപ്പൊ പിടിച്ച ആ കർണം പൊത്തി രണ്ടെണ്ണം കൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങ് തോന്നി. ആ സമയം ഗോമതി പറഞ്ഞു, നിനക്ക് എന്താ അനുജേ, നീ എന്തിനാ വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, അല്ല അനുജ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ? കാരണം അവരൊക്കെ വലിയ കാശുകാരാ. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ അവര് നമ്മളെ ശ്രദ്ധിക്കും. നമ്മുടെ ശരീരത്ത് പെണ്ണുങ്ങളൊക്കെ അല്ലേ അവര് കൂടുതലായിട്ട് നോക്കുകയും ചെയ്യും, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടോന്ന്. അവള് പറഞ്ഞാലും കാര്യമില്ലാതില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി മിത്രേനെ മീനാക്ഷിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം. അനുജ പറഞ്ഞു, കണ്ടില്ല രണ്ടെണ്ണം കൂടെ പോകുന്നേ എന്നും പറഞ്ഞിട്ട് അനുജ ചിരിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ്. കളയാക്കി ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അതെ, അനുചേച്ചി ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് പെരുത്ത് കയറിയതാ. ഇപ്പൊ ഒരു വട്ടമല്ല, 2-3 വട്ടമായി വന്നതിന് ശേഷം ഈ കളിയാക്കൽ എന്ന് പറയണം. മിത്ര പറഞ്ഞു, പോട്ടെ എന്ന് പറയണം. കോമതി പറഞ്ഞു, രണ്ടുപേർക്കും വിഷമമായെന്ന് ചോദിക്കാം. എന്താമേ, വിഷമാകാതിരിക്കുവോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാണ് പിന്നെ ആർക്കാ വിഷമം ഇല്ലാതിരിക്കുന്നേ? ഞങ്ങൾ ആരും സ്വർണം കാണാതെ കിടക്കുന്നതല്ല. ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് സ്വർണവും പണമൊക്കെ ഉണ്ടായിരുന്നു പറയാ. പക്ഷെ എനിക്കത് പറയാൻ അറിയത്തില്ല ചേട്ടല്ല. പിന്നെ അച്ഛനും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ എന്തിനാ അങ്ങനെ പറയണമെന്ന് ഓർത്ത് മാത്രം പറയാതിരുന്നേ. അല്ലെങ്കിൽ ആ കാരണം തീർത്ത് ഞാൻ നാളെ അങ്ങോട്ട് പൊട്ടിച്ചാനെന്ന് പറയണം. പെട്ടെന്ന് ഗോമതി, വേണ്ട, അതിലൊന്നും കാര്യമില്ല. എന്റെ മരുമക്കളല്ലേ നിങ്ങൾ ഇങ്ങനെ സ്വർണ്ണം ഇല്ലാതെ നിൽക്കുന്നപ്പോ എനിക്കും വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് എന്നിട്ട് അലമാരി തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറെ ആഭരണം എടുക്കണം. എന്നിട്ട് ഇഷ്ടമുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തോളാൻ പറയണം. കാരണം അനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ബാലൻ ഇങ്ങനെ കുറെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും നല്ല വലിയ 2 നെക്ലേസ് എടുക്കുകയാണ്. ഒരെണ്ണം മിത്രയ്ക്കും ഒരെണ്ണം മീനാക്ഷിക്കും വേണ്ടി സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് മീനാക്ഷിയും മിത്രയും പരസ്പരം നോക്കുകയാണ്. ഇത് എന്താ നിങ്ങൾ പരസ്പരം നോക്കുന്നേ? പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പച്ചി, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, ശരിയാ, ആവശ്യത്തിനുള്ളതൊക്കെ ഞങ്ങളുടെ കഴുത്തേലുണ്ട്, ഇത് മതിയെന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവമംഗലത്തെ മരുമക്കളാ നിങ്ങൾ വെറുതെ പോണ്ടവരല്ല, അറിയാലോ. നിങ്ങൾ സ്വർണത്തിന്റെ പേരിൽ ഇങ്ങനെ നാണം കിട്ടി നിൽക്കുന്ന കാണുമ്പോ അമ്മായിമ്മയായി എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്റെ മരുമക്കൾ എല്ലാത്തടത്തും ഉയർന്നു നിൽക്കണം, അതാ എന്റെ ആഗ്രഹം. ഒരിടത്തും താന്നു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നീ എന്തിനാ അവളുടെ മുന്നിൽ താന്നു കൊടുക്കുന്ന? അതിന്റെ കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞോണ്ട് ആ നെക്ലസ് കൊടുക്കണം. മിത്ര മീനാക്ഷി പരസ്പരം നോക്കി. പിന്നീട് അവരുടെ കഴുത്തിലിടണം. ഇപ്പൊ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ മരുമക്കളെന്ന് ആര് കണ്ടാലും പറയും, വരാൻ പറയണം. അങ്ങനെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക. ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അനുജ ആകെപ്പാടെ നോക്കി, അമ്മ ഇതെവിടുന്നാ? എന്റെ മരുമക്കൾക്ക് ഞാൻ കൊടുത്തത്. ഓഹോ, അപ്പൊ അമ്മയുടെ മരുമക്കൾക്ക് കൊടുക്കും, എനിക്ക് തരത്തില്ലല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും ആകാശ് ചോദിച്ചു, അല്ല ഇനിയിപ്പൊ നിനക്ക് ഇത് എവിടെ ഇടാനായിട്ടാ? ആവശ്യത്തിന് മിച്ചം ഉണ്ടല്ലോ കഴുത്തേലും ഒക്കെ കിടക്കണേന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ വാശിക്ക് അമ്മ കൊടുത്തല്ലേ? എന്തിനു വാശിക്ക്? അല്ലേലും എന്റെ മരുമക്കളെ നന്നായിട്ട് തന്നെ ഞാൻ ഒരുക്കൊണ്ട് പോകത്തുള്ളൂ. അല്ലാതെ ഇവര് വെറുതെക്കാരെ പോലെ പോണ്ടവരല്ല. ഇപ്പൊ കണ്ടാലും ബാലിന്റെയും ഗോമതിയുടെയും മരുമക്കളെന്ന് ആരും പറയത്തില്ലേന്ന് ചോദിക്കണം. ഇതൊക്കെ അനുജയുടെ മുഖം കടന്നല കുത്തിയ പോലെ പോയി. മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കണം. അനുസരി വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം രണ്ടുപേരുടെ നെക്ലേസ് കാണാനായിട്ട്. അനുജ മുഖം വെറുപ്പിച്ചിരുന്നു. അനുജയ്ക്കൊന്നും കിട്ടിയില്ലോ. പക്ഷെ അനുജയുടെ കഴുത്തിലൊക്കെ നിറച്ചുണ്ടായിരുന്നു.
ഈ സമയം ബാലൻ പറഞ്ഞു, എന്ത് പറ്റിയ അനുജൻ, നിന്റെ മുഖം വല്ലായിരിക്കണേ? പിന്നെ അച്ഛനും അമ്മയ്ക്ക് സ്നേഹം ഇപ്പൊ സ്വന്തം മക്കളോടല്ല, കേറി വന്ന മക്കളോടാന്ന് പറയണേ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അങ്ങനെ പറയരുത് അനുജെ. കാരണം മുമ്പ് നീയല്ലേ ഇവരെ കളിയാക്കിയത്. അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? അല്ലെങ്കിലും എന്റെ മരുമക്കൾക്ക് കൊടുക്കാനുള്ള കൊടുത്താൽ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ, അല്ലാതെ അവരെ ഞാൻ വെറും കൈയോടെ കൊണ്ടുപോകത്തൊന്നുമില്ലെന്ന് പറയാണ്. ഈ സമയം മീനാക്ഷി മിത്രം വലിയ ജാടയോട് കൂടിയിട്ട് അനുജയുടെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുകയാണ്. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുജിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. പിന്നീട് ബാലൻ പറഞ്ഞു, ശരി ശരി, ഇന്ന് നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറയാണ്. ഈ സമയം ആരിനും ആകാശം ഒന്ന് ഒരു ആക്കി ഒരു ചിരിയിരിക്കുവാണ് അനുജയുടെ നേരെ നോക്കിയിട്ട്. അനുജിക്ക് മനസ്സിലായി തന്നെ കളിയാക്കി ചിരിച്ചാന്ന്. അതെ, നിങ്ങൾ അധികം ചിരിക്കുമൊന്നും വേണ്ടെന്ന് പറയാം, അമ്മയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അതിനകത്ത് ഇപ്പൊ അനുജി ചേച്ചി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാണ്. അനുജി ചേച്ചിക്ക് തരാനുള്ളതെല്ലാം തന്നല്ലേ വിട്ടെ, പിന്നെ എന്താ കുഴപ്പം, ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ ഇറങ്ങാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. അപ്പോഴേക്കും മുറ്റത്ത് അവർക്കുള്ള വണ്ടി വന്ന് പോവാനായിട്ടുള്ള. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് എല്ലാരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടതും ബാലനൊരു രസം. ബാലൻ പറഞ്ഞു, അതെ, ചിലരൊക്കെ മാക്സിമം നോക്കിയായിരുന്നു ഈ വിവാഹം മുടക്കാനായിട്ട്. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങണമെന്ന് പ്രാർത്ഥനകളും വഴിപാടുകളായിട്ട് ഇരുന്നവരുണ്ട്. അവസാനം കണ്ടില്ലേ എന്റെ മകന് വിധിച്ചിരിക്കുന്ന എന്താണ്? അവര് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം വന്നിരിക്കുക, ഇന്ന് അവന്റെ നിശ്ചയമാണ്. മുടക്കാൻ നോക്കിയവരൊക്കെ വെറുതെ നാണം കെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ 2 ഡയലോഗ് അടിക്കുകയാണ്. ഈ സമയം കോമതി പറഞ്ഞു, മതി ബാലേട്ടാ, ഒന്നും പറയണ്ടെന്ന് പറയാണ്. ഈ സമയം മിത്രേനെ കൺകുളറൊക്കെ കാണുമായിരുന്നു. നന്ദിത അവിടെ ഇരുന്നിട്ട് നന്ദിതയ്ക്ക് എന്തെന്നില്ല സന്തോഷം തോന്നി. തന്റെ മോള് നല്ല സുന്ദരിയായിട്ട് നല്ല ഒരുക്കിയാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും സന്തോഷമായി. ഇപ്പോഴും അവള് സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ ആരുടെ കൂടെ പോകുമ്പോൾ കഴിയുന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം നന്ദി വെച്ചു എല്ലാരും കൂടെ എന്ത്, നന്ദിതയല്ല ഈ രാത്രി വെച്ച് എല്ലാരും കൂടെ എന്ത് കണ്ടു നോക്കിയാ അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം കോമതി പറഞ്ഞ് സഹിച്ചില്ല, അതുകൊണ്ടാ കൂട്ടിപ്പിടിച്ചോണ്ട് പോയെന്ന് പറയണം. ബാ നമുക്ക് പോവാന്ന് പറഞ്ഞ് അവരങ്ങനെ പോവാണ്. ഈ സമയം ഉദയഭാനുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനും ഒക്കെ ഉണ്ട്. കാരണം അവര് വരുന്ന വലിയ ടീമുകളാണ്, തങ്ങളെക്കാളും വരുന്ന ടീമാണ്. അവര് വന്നു കഴിയുമ്പോഴത്തേനും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ തങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ആ ഒരു ചിന്ത മനസ്സിലായി ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും അവർക്ക് ഒരു പഴുതും ഉണ്ടാക്കി കൊടുക്കരുത്, തങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും ഒരു കാരണവശാലും കണ്ടുപിടിക്കരുത്. പിന്നീട് രാവിലെ തന്നെ ശ്രീകലയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ ഒരു കാരണവശാലും ഈ വിവാഹം മുടങ്ങില്ലേ, നല്ല രീതിയിൽ തന്നെ വിവാഹ നിശ്ചയം കാര്യങ്ങളൊക്കെ നടക്കണേന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ശ്രീകലെ അന്ന് പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഉദയഭാനു പറഞ്ഞു, ശ്രീകലെ എങ്ങാനും എവിടെയാലും എന്തെങ്കിലും നമുക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നെ നമ്മൾ നാണക്കേണ്ടുകൊണ്ട് തല ഉയർത്താൻ പറ്റില്ല, അതോടുകൂടി നമ്മുടെ മോളുടെ ജീവിതം താഴ്ന്നു പറയണം. എനിക്ക് പേടി അവളെയാ, അവള് സമയത്ത് കാലു വരുമോന്ന് അറിയത്തില്ല, അവളുടെ സ്വഭാവത്തിന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അവളാണെങ്കിലോ സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളറി പിടിച്ച് നടക്കുവാന്ന് പറയണേ. എപ്പോഴും നിന്റെ ഒരു കണ്ണ് അവളുടെ മേലുണ്ടാകാനൊക്കെയാണ്, അവരോട് കൂടുതൽ അടുപ്പം കാണിക്കാനായിട്ട് നീ സമ്മതിക്കരുതെന്ന് പറയാണ്. അങ്ങനെയാണ് അവള് ചിലപ്പം എന്തെങ്കിലുമൊക്കെ വെട്ടി തുറന്ന് പറയുമെന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാം ഉദയേട്ടാ, ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയാണ്. പിന്നീട് അവര് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് ഓർഡർ കൊടുത്താൽ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ വിളമ്പാൻ നിൽക്കുന്നതോട് പറഞ്ഞു, അതെ 20 പേർക്കുള്ള ഫുഡ് അല്ല ഉണ്ട്, അത് അല്ല 10 പേർക്കുള്ള ഫുഡ് ഉള്ളൂ, അത് 20 പേർക്കായിട്ട് വിളമ്പണമെന്ന് പറയാണ്. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിളമ്പിക്കണോ അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇതെങ്ങനെ വിളമ്പാൻ പറ്റുമെന്ന് ചോദിക്കണം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിളമ്പിക്കണം അറിയാലോ, ഫുഡ് തീർന്നു പോയല്ലോ, ഒരു കാരണവശാലും വേറെ ഫുഡില്ല എന്നുള്ള കാര്യം ഓർമ്മ വരണം. അങ്ങനെ എങ്ങനെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേണം പണം കൊടുത്ത് വാങ്ങിക്കാട്ട് അറിയാലോ എന്ന് പറയാം. ഇത് കേട്ട് അവന്മാരെടുത്തു, ഇതെന്തൊരു പുകില്, കല്യാണത്തിന് സദ്യയൊക്കെ വിളമ്പാൻ വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനെയാണൊക്കെയാ പറയണത്. കാരണം അത് ശ്രീകലയുടെ അകത ബന്ധത്തിലുള്ള കുറച്ച് റിലേറ്റീവ്സ് ആയിരുന്നു, അടുത്ത ബന്ധത്തിലുള്ള ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്മാർ ചൊരിഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ശ്രീകല ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ എന്ന് പറയണം. എടാ അത്യാവശ്യമുള്ളത് വിളമ്പിയാൽ മാത്രം മതി, അല്ലാതെ കോരിയിട്ട് അങ്ങോട്ട് കൊടുക്കണ്ടെന്നാ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് ചോദിക്കുക. രണ്ടാമത് ചോദിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി, അതൊക്കെ അതിന്റെ ആ നീക്കിനങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് അവന്മാർ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാണ് നന്ദിത അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും അച്യുതൻ അങ്ങോട്ട് വന്നു. അച്യുതനോട് ചോദിച്ചു, അച്ചേട്ടനല്ലേ പറഞ്ഞ കല്യാണം മുടക്കുന്നു, എന്നിട്ട് ഇന്ന് കണ്ടില്ല എല്ലാവരും ഒരുങ്ങി കിട്ടിപ്പോയത്, നിശ്ചയമാണ് പോലും, ഈ കല്യാണം നടക്കുമെന്ന് ഉറപ്പായി. അവർക്ക് നമ്മളൊന്നും പറഞ്ഞങ്ങോട്ട് വിശ്വാസമായില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും നമ്മൾ കല്യാണം മുടക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുമെന്ന്. എന്നാലും ആനന്ദിന് ഇത്രയും നല്ലൊരു ആലോചന വന്നിരിക്കുന്നത്, നമ്മുടെ മകൻ ഇപ്പൊ കണ്ടില്ലേ പെണ്ണ് കെട്ടാതെ ഇവിടെ നിൽക്കുവാന്ന് പറയണം. ഇത് കേട്ടോണ്ട് വന്ന് മുത്തശ്ശി പറഞ്ഞു, എടീ നിന്റെ കയ്യിലിരിപ്പണ്ട, നിന്റെ മനസ്സ് ആദ്യം നന്നാകാൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിന്റെ മനം നല്ലൊരു ആലോചന വരത്തുള്ളൂ എന്ന് പറയാം. ഓഹോ ഇപ്പൊ അങ്ങനെയായില്ലേ, നിങ്ങളുടെ കൊച്ചുമാനാന്നുള്ള കാര്യം ഓർമ്മയാണെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, കൊച്ചുമാനൊക്കെയാ കാര്യം, പക്ഷെ അവന്റെ മനസ്സ് നല്ലതാണോ? ഇത്രയും നാളായിട്ടും അവന് ആ മനസ്സൊന്നും നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ,
അവന്റെ മനസ്സ് ദുഷിച്ച മനസ്സാ. അവൻ ഓരോ ദിവസവും കുതന്ത്രങ്ങൾ മെനഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ തന്നെയാണ് മിത്രനെ എങ്ങനെ തകർക്കാന്നോർത്ത് അവൻ നടക്കണേ. ഒരിക്കലും അവൻ നന്നാവാൻ പോകുന്നില്ല. അങ്ങനെയുള്ള അവനെ എങ്ങനെയാടി എവിടുന്നാടി പെണ്ണ് കിട്ടാൻ പോണേന്ന് ചോദിക്കുക. അതുകൊണ്ട് അവനോട് ആദ്യം നന്നാവാൻ നോക്ക്. അല്ല, അവൻ നന്നായിട്ടും കാര്യമില്ല. നിന്റെയൊക്കെ സ്വഭാവം ഇതല്ലേ, നിന്റെ സ്വഭാവമല്ലേ അവന് കിട്ടിയിരിക്കുന്നു പറയണം. ഓഹോ, ഇപ്പൊ എന്റെ സ്വഭാവത്തിനെ കുഴപ്പം എന്ന് രാജശ്രീ പറയാണ്. എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതെങ്ങനെയാ, പട്ടിയുടെ പാല് 12 കൊല്ലമിട്ടാലും നിവരത്തില്ലോ എന്ന് പറഞ്ഞ പോലെ അവളുടെ സ്വഭാവം. ഈ സമയം നന്ദിത വന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായ അമ്മയെന്ന് പറയാം. കാരണം മിത്രേനെ ഒന്ന് കാണാൻ പറ്റിയില്ലോ. ഒരു സന്തോഷം, ഒരു ചടങ്ങ് നടക്കാൻ പോയല്ലേ, എത്രയും പെട്ടെന്ന് ആ കല്യാണം നടന്നാൽ മതിയായിരുന്നു പറയാം. ഇത് കേട്ടതും സാവിത്രിയമ്മ പറഞ്ഞു, അത് ഉറപ്പായിട്ടും നടക്കും. ഇനിയിപ്പോൾ ആരൊക്കെ നേർച്ചകളും വഴിപാടുകളും നടത്തിയാലും ആ കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. ഉറപ്പായിട്ടും ആ കല്യാണം നടക്കുമെന്ന് പറയണം. ആ സമയം ബാലനും ഗോമതിയും എല്ലാവരും കൂടെ അങ്ങനെ ഉദയഭാനിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഉദയഭാനു സ്ത്രീകളെ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.